ഹലോ ഗൈസ്, ഞാൻ ദേവിക. നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, അത് അൺബോക്സ് ചെയ്യാം. പ്ലാൻസ് തന്നെയാണ്. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒരാഴ്ച മുന്നെയാണ്, എന്നിട്ട് ഞാൻ ഇതുവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്ലാൻസ് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. അപ്പം ഈ പാക്കിംഗ് ഒന്നും ഒരു കുഴപ്പമില്ല, പാക്കിംഗ് ഒക്കെ അടിപൊളി പാക്കിംഗ് ആയിരുന്നു. ഞാൻ 5 ജെറേനിയം പ്ലാന്റ്സ് ആണ് ഓർഡർ ചെയ്തത്. ചിത്തിരാസ് ഗാർഡനിങ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അവർ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നാണ് മേടിച്ചത്. എൻ്റെ അടുത്ത് അമ്മ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്ലാന്റ്സ് കാണിച്ചു തരാം. കുറച്ച് ഭാഗമൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലയുടെ ചെറുതായിട്ട് ഇലയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളെന്ന് വെച്ചാൽ കുറച്ചായിട്ട് ഇങ്ങനെ അഴുവിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, ചെറുതായിട്ട്. വെച്ചാൽ ഓവറല്ല, നമുക്ക് കണ്ട പ്ലാന്റ്സിന് ഓക്കെയാണ്, കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷേ ചെറുതായിട്ടൊക്കെ അഴുവിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് റെഡും വൈറ്റും ഉറപ്പായിട്ടും അറിയാൻ പറ്റും. അതിൽ മാത്രമാണ് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നന്നായിട്ട് അറിയാമായിരുന്നു. മേടിച്ച സമയത്ത് കുറച്ച് കരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് അഴുവിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ജെറേനിയം ഓൺലൈനിൽ നിന്ന് മേടിക്കരുത്. കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഓരോ നട്ട സമയത്തും കുഴപ്പമൊന്നുമില്ല. ഞാൻ കരിഞ്ഞ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ആ മുട്ടുകളും കട്ട് ചെയ്താണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇലയുടെ കുറച്ച് ഭാഗങ്ങൾക്ക് ചെറിയ കംപ്ലയിൻസ് ഉണ്ടായിരുന്നുള്ളൂ. മേടിച്ച അപ്പം ഞാൻ ഹാപ്പി ആയിരുന്നു. അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഇതൊക്കെ പിടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ പിടിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല, പിടിക്കുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് അമ്മ. അപ്പം കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ 5 അന്ന് തന്നെ നടുകയൊക്കെ ചെയ്ത്. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ നോക്കിയപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് പാഴിപ്പോയി. 5 ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് പാഴിപ്പോയി. പിന്നെ 4 ഉണ്ടായിരുന്നു. ആ 4 ഇങ്ങനെ ചെറുതായിട്ട് ഒരു പച്ചപ്പ് പുതിയതായിട്ട് വരുമല്ലോ, അത് കാണുമ്പോൾ ഓക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. 4 ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരെണ്ണം പോയെങ്കിലും 4 കിട്ടുമല്ലോ എന്നൊരിത് ഇല്ലാണ് ഇരുന്നത്. അപ്പോൾ വീണ്ടും 1-2 ദിവസം കഴിയുമ്പം അടുത്തതും പോയി, അടുത്ത ആ പച്ചപ്പും പോയി. ഇതാണ് ഞാൻ നട്ടിട്ടെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ വീണ്ടും ആ പച്ചപ്പ് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ അവർക്ക് മെസ്സേജൊക്കെ ചെയ്തായിരുന്നു. അന്ന് തന്നെ ആ ഫോട്ടോ ഒക്കെ അയച്ച് മെസ്സേജ് ചെയ്തായിരുന്നു, ഒന്നും സംഭവിക്കൂലല്ലോ, കുഴപ്പം കാണൂലല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ ഒരു റിപ്ലൈയും തന്നില്ല. ഒരാഴ്ചയായിട്ടും അവർ റിപ്ലൈ ഒന്നും തന്നില്ല. ഇന്ന് മെസ്സേജ് നോക്കിയോ അവർ മെസ്സേജൊക്കെ കണ്ടിട്ടുണ്ട്, എന്നിട്ട് റിപ്ലൈ ഒന്നും തന്നില്ല. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം, 2 പ്ലാന്റ് പൂർണ്ണമായിട്ടും പോയി. ബാക്കിയിൽ പച്ചപ്പ് നിൽപ്പുണ്ടെങ്കിലും എനിക്ക് പേടിയുണ്ട് വീണ്ടും നഷ്ടപ്പെടുമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ജെറേനിയം പ്ലാന്റ്സ് ദൈവത്തെ ഓർത്ത് ഓൺലൈനിൽ നിന്ന് മേടിക്കല്ലേ. ഇതുപോലെ ആയിരിക്കും അവസ്ഥ. പോട്ടി മിക്സിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചകിരിച്ചോറ്, മണൽ, സാധാ ചുവന്ന മണ്ണ്, പിന്നെ ചാണകപ്പൊടി ഇട്ട് തന്നെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കി. അടിയിൽ ഓടിൻ കഷ്ണമൊക്കെ ഇട്ട് തന്നെയാണ്, അടിയിൽ ഓടിൻ കഷ്ണം, പിന്നെ കുറച്ച് കരിയില, പിന്നെ ഈ മിക്സും എല്ലാം കൂടെ ചേർത്ത് തന്നെയാണ് പോട്ട് ചെയ്തത്. പോട്ടി മിക്സിന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ദൈവത്തോർത്ത് ഓൺലൈനിൽ നിന്ന് മേടിക്കരുത്. മേടിക്കണമെങ്കിൽ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വല്ലതും ജെറേനിയം മേടിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.